വോട്ട് കുറഞ്ഞു. കഴിഞ്ഞ തവണത്തേതുപോലെ പ്രവർത്തനം ഊർജ്ജസ്വലമായിരുന്നില്ല. കായംകുളത്ത് വെള്ളാപ്പള്ളി നടേശൻ തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്നും യു പ്രതിഭ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കായംകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതട്ടിലായിരുന്നു പറയാത്തത്. അങ്ങനെ രാവിലെ മൊത്തം ചർച്ച യു പ്രതിഭയായിരുന്നു. യു പ്രതിഭയും പിന്നെ അതുപോലെ തന്നെ ഇത് കേട്ട ഉടനെ തന്നെ നമ്മളെ വെള്ളാപ്പള്ളി ചാടിക്കറി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ വായനതിലും വിവരക്കേട് വരഞ്ഞ് നന്നായി. ഓക്കെ, അപ്പം ഞാനീ പറയുന്ന കായംകുളം ഹരിപ്പാട് നടുക്കാണ് എൻ്റെ ഒരു സ്ഥലം. അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് നമുക്ക് ഹരിപ്പാടിൻ്റെ കാര്യങ്ങളും കായംകുളത്തിൻ്റെ കാര്യങ്ങളും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയാണ് 10-25 വർഷം കൊണ്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യു പ്രതിഭ 10 കൊല്ലം ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ വട്ടം 10-13,000 വോട്ട് ആണെന്ന് തോന്നുന്നു ആ വ്യക്തിക്ക് കിട്ടിയത്. രണ്ടാമതിന് കുറച്ച് ഭൂരിപക്ഷം കുറവൊക്കെ ഹരിതാബാബുമായിട്ട് മത്സരിച്ചപ്പോൾ കണ്ട 6,000 വോട്ടിനാണ് ഇവർ ജയിക്കുകയൊക്കെ ചെയ്തത്. അന്ന് ഹരിതയ്ക്ക് ഒടുക്കത്തോളമായിരുന്നു. ഇന്ന് ഇവിടെ കിട്ടിയ എന്തായിരുന്നു എം ലിജു ചേട്ടനേക്കാളും നല്ല എന്താ പറയണ്ട ആൾബലവും കാര്യങ്ങളൊക്കെ അന്ന് ഹരിതയ്ക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. യു പ്രതിഭ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത്. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് വെക്കുക, പിന്നെ ഇത് ചെയ്തേക്കുക, അഭിപ്രായങ്ങൾ താഴെ എഴുതിയേക്കുക. കാരണം ചില വാക്കുകൾ ഇപ്പം ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ ആണെങ്കിൽ പോലും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, അതുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. യു പ്രതിഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് എന്താ പറയുക നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും അല്ല. അതുപോലെ തന്നെ പാർട്ടിയിൽ തന്നെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പല തട്ടിലുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും ഉറച്ചൊരു കാര്യം പറയാം. അവിടുത്തെ കുട്ടികൾ, അതായത് SFIക്കാരാണെങ്കിലും DYFIക്കാരാണെങ്കിലും അവന്മാർ സ്ട്രോങ് ആയിട്ട് നിന്ന് പാർട്ടിയിൽ ചില വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവർ സ്ട്രോങ് ആയിട്ട് തന്നെ ആയിരുന്നു അവിടെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ. അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സിസ്റ്റർ പൂജയെന്നോ മറ്റോ അവിടെ പേര്, അവളൊക്കെ എന്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ് ഇടാനാണെങ്കിലും എല്ലാവരാണെങ്കിലും അത്ര സ്ട്രോങ് ആയിട്ട് നിന്ന വ്യക്തികളാണ്. ഇവിടെ ഈ പറയുന്ന പ്രതിഭാഹരിയുടെ ഇന്നത്തെ സംസാരം കാര്യങ്ങളൊക്കെ കേട്ടപ്പം DYFIക്കാരാണെങ്കിലും ഈ പറയുന്ന SFIക്കാരാണെങ്കിലും പോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൊന്നും ഇവർക്ക് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഇവരുടെ രീതി സ്വഭാവ രീതിയൊന്നും ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം അതുപോലെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തൻ്റെ ഇഷ്ടം മാത്രം. അങ്ങനെ മകൻ്റെ ഒരു കേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മകൻ്റെ കേസായിട്ട് വന്ന സമയത്ത് നിസ്സാരമായിട്ട് ആ പോലീസുകാരെ സസ്പെൻഷൻ കൊടുത്ത് മകനെ ക്ലീൻ ചീട്ടാക്കി ബാക്കിയുള്ള ഒരു പ്രതി ഒരു മകൻ നല്ലവനായ ഉണ്ണി. പക്ഷെ മകനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല കേൾക്കുന്നത്. ഉള്ള കാര്യം ഉള്ളപോലെ നമ്മൾ തുറന്നു പറയുകയും ചെയ്യും. അതിപ്പോഴും ധൈര്യത്തോടെ തന്നെ പറയും. ആ ഒരു കേസായിട്ടിൽ അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവനെ സംരക്ഷിച്ചൊരു അമ്മയാണ് ഈ പറയുന്ന പ്രതിഭാരി. ജനങ്ങൾ മണ്ടരല്ല. 10-15 കൊല്ലം 10-15-20 കൊല്ലമായിട്ട് ഈ പറയുന്ന കായംകുളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് ജനങ്ങൾ അവരെ എടുത്തു കളഞ്ഞാണ്. അല്ലാതെ വെള്ളാപ്പള്ളിയെ പോലെ ഒരുത്തം വന്നിട്ട് അഞ്ഞ കുഞ്ഞാന്ന് പറഞ്ഞ ആൾക്കാർക്ക് എടുത്ത് കളയൂ. നിങ്ങളത് ആലോചിച്ച് നോക്ക്. പത്തിയൂർ പഞ്ചായത്ത് എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അവിടെയൊക്കെ വോട്ട് കുറവാണ് ഈ വ്യക്തിക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവരതിൻ്റെ നന്ദി കാണിക്കും. നന്ദി എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നു ഹരിപ്പാടിനേക്കാളും സ്ട്രോങ് ആണ് കായംകുളത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഹരിപ്പാടിനേക്കാളും സ്ട്രോങ് ആണ് കായംകുളത്തെ. അവർ പോലും അത് വേണ്ട ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കഴിവുകേടായിരിക്കാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ഈ ഒരു നാട്ടിൽ ഈ ഹരിപ്പാടിൻ്റെ കായംകുളത്തിൻ്റെ സെൻറ്ററാണ്. എനിക്ക് 2 സൈഡും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 2 സൈഡ്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടെന്ന് വെച്ചാൽ ലിജു അഥവാ തോക്കും ഒരു 1000 വോട്ട് അല്ലെങ്കിൽ ഒരു 500 വോട്ടിന് ഈ പറയുന്ന പ്രതിഭ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ട്വിസ്റ്റ് ഉണ്ടായി. അതായത് 1-2 വോട്ടല്ല 10,000 വോട്ടിനാണ് തോറ്റുപോയത്. വെള്ളാപ്പള്ളിയെ കൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു കോപ്പും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം. നമുക്കെല്ലാം നല്ലപോലെ അറിയാവുന്നതുകൊണ്ടായി പറയുന്നത്. വെറുതെ വന്നിട്ട് എന്തിനിങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ ഈ അടുത്ത ഇലക്ഷൻ സമയത്ത് ഈ ഒരു വ്യക്തി വന്നിട്ട് ഈ പറയുന്ന പ്രതിഭയെക്കുറിച്ച് മോശമായിട്ടുള്ള രീതി സംസാരിച്ചു. ഒരു നേതാവ്, കോൺഗ്രസ് നേതാവ്. അത് ഭയങ്കര വിഷയമായി, സോഷ്യൽ മീഡിയ ഭയങ്കര ഇതേ. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോസ്റ്റ് ഇട്ടെന്ന് വെച്ചാൽ എം ലിജു ഇത്രയും മാന്യമായിട്ട് സംസാരിച്ച വ്യക്തി ഈ പറയുന്ന ആ പാർട്ടിക്കാരൻ, അതായത് കൂടെ നിന്ന് ആ പാർട്ടിക്കാരനെ എതിരെ ഒന്നും സംസാരിച്ചത് പോലും ഇല്ലെന്ന്. അങ്ങനെ വരെ കള്ളക്കഥകൾ വരെ അടിച്ചു വിട്ട പാർട്ടിക്കാരാണ്. അത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത ആ പാർട്ടിക്കാരെ. സത്യത്തിൽ എം ലിജു ഈ ഒരു വിഷയം വന്ന സമയത്ത് യു പ്രതിഭയ്ക്കെതിരെ ഒരു നേതാവ് മോശമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അപ്പം തന്നെ ചാനലുകാരെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് പറഞ്ഞൊരു വ്യക്തിയാണ്. തെറ്റാണ് കാണിച്ചതെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, പ്രതിഭാഹരിയുടെ സംസാര രീതി ഒട്ടും ശരിയല്ല. സ്വന്തം പാർട്ടിക്കാരെ വരെയാണ് ഇപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുള്ളത്. പക്ഷേ പാർട്ടിക്കാർ കൂടെ നിന്ന് ചിലപ്പോൾ മനസ്സോടാണെങ്കിൽ പോലും ജയ് വിളിക്കാനാണെങ്കിലും ഉത്സാഹിക്കാനാണെങ്കിലും അവർ സ്ട്രോങ് ആയിട്ട് നിന്ന്, പ്രത്യേകിച്ച് കായംകുളം DYFIക്കാർ. ഞാൻ കണ്ട വ്യക്തിയാണ്. ഞാൻ ഇതെല്ലാം കണ്ടൊരു വ്യക്തിയാണ്. നിങ്ങളത് ആലോചിക്കണം. ഞാനല്ല, എൻ്റെ നാടാണ്.
ഈ കായംകുളം ആണെങ്കിലും അരിപ്പാടാണെങ്കിലും എൻ്റെ നാടാണ്, ഞാനിതൊക്കെ കണ്ട ഒരു ഇതാണ്. ഓക്കെ, ഇത്രയും പാർട്ടിക്ക് ഇടയിലും പ്രശ്നം ഉണ്ടായിട്ട് ഇവർ നിന്നല്ലോ. ഞാൻ കൈയിട്ട് നിന്നു, ഞാൻ റോഡിൽ നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതി അറിയാം എന്തിനാണ് പ്രതിഭ ഹരി ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്ന് കായംകുളത്ത് ഇത്തവണ LDF-ന് ദയനീയ പരാജയമാണ് ഉണ്ടായത്. 15,000-ലധികം വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി M. ലിജു ജയിച്ചു കയറിയത്. ഇപ്പോൾ സിറ്റിംഗ് MLA-യും LDF സ്ഥാനാർത്ഥിയുമായ U. പ്രതിഭ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. വലിയൊരു തോൽവി ഇത്തവണ കായംകുളത്ത് ഉണ്ടായിരിക്കുന്നു. കായംകുളത്ത് ഇതിന് വലിയൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നു. കേരളത്തിൽ മൊത്തം വന്ന ഒരു തോൽവിയുടെ രണ്ടും കായംകുളത്ത് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള എൻ്റെ ഒരു കണക്കൂട്ട്. പക്ഷെ ഇത്രയും ഒരിക്കലും അല്ല മേഡം, മേഡത്തിന്റെ കഴിവേട് കൊണ്ട് മാത്രമാണ് കായംകുളം വിട്ടുപോയത്. എന്തെങ്കിലും ഒരു വികസനം ഉണ്ടോ അവിടെ? ഈ അടുത്ത സമയത്ത് ആ ബസ് സ്റ്റാൻഡ് ഒന്ന് ഇടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു മേഡം, ആ ബസ് സ്റ്റാൻഡ് ഒന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ വേസ്റ്റുകൾ കിടക്കുന്ന സ്ഥലങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും അവിടെ കിടക്കുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുന്നുപോലെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഞാനൊരു കാര്യം തുറന്നല്ലോ, 10 വർഷം ഭരിച്ചല്ലോ, 10 വർഷം കേരളം ഭരിച്ചല്ലോ നിങ്ങൾ. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ആ ഒരു ബാത്റൂം പോയി നോക്കണം, ബസ് സ്റ്റാൻഡിന്റെ ബാത്റൂം പോയി നോക്കണമായിരുന്നു. കായംകുളം ബസ് സ്റ്റാൻഡിന്റെ കോലം കാണുമായിരുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞ് എല്ലാം എങ്ങനെ കിടക്കും. അവിടെ നിൽക്കുമ്പോൾ ഓരോ കല്ലുകൾ താഴോട്ട് വീഴുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചേച്ചി. നിങ്ങളുടെ കഴിവ് കൊണ്ടാണ്, നിങ്ങളുടെ കഴിവ് കേട് കൊണ്ട് മാത്രമാണ്. ഇലക്ഷൻ വന്ന സമയത്ത് നിങ്ങൾ ആരെയൊക്കെ കോൺടാക്ട് ചെയ്തു? നമുക്കറിയുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് പറയും, അയ്യോ മോനെ ഞാൻ തിരക്കായിരുന്നു, ഇലക്ഷൻ ഒരാഴ്ച ഒന്നല്ല ഒരു 10-15 ദിവസം മുമ്പ്. ആ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും വേണം, അല്ലാത്തപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ളതാണ് കായംകുളത്തെ ജനങ്ങൾ അവർക്ക് കൊടുത്തത്. പിന്നെ M. ലിജു വന്നാൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഇതുണ്ട്. കാരണം അദ്ദേഹം 4ാമത്തെ വട്ടമാണ് പുള്ളി, 3 വട്ടം തോറ്റുപോയി. കാരണം ഒരു ചാൻസ് കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു ചാൻസിൽ അദ്ദേഹം വേറെ ലെവലാക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഒന്ന് മാറ്റിക്കൊടു. കാരണം 10 വർഷം ഈ ഒരു വ്യക്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കായംകുളക്കാരൻ എന്ന നിലയ്ക്ക് ഞാനും കൂടെ പറയാണ്. ഭൂരിപക്ഷം ഇവിടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു നേരിയ മാർജിനാണ് പലപ്പോഴും അസസ്മെന്റിൽ കണ്ടത്. പക്ഷേ പത്തിയൂരി ചെട്ടികുളങ്ങര പോലുള്ള സ്ഥലത്തൊക്കെയുള്ള മാർജിനിലുള്ള വ്യത്യാസം അത് ശരിക്കും ഒരു അമ്പരപ്പ് തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് അടക്കം തിരിച്ചടി നേരിട്ടോ കായംകുളത്ത്? എനിക്കൊന്ന് പത്തിയൂരും ചെട്ടികുളങ്ങരയിലും സംഘടനാപരമായിട്ട് കുറച്ച് ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെ ഊർജ്ജസ്വലമായ ഒരു വർക്ക് പത്തിയൂരും ചെട്ടികുളങ്ങരയില്ല. ഞാനത് ഓൾറെഡി തന്നെ പാർട്ടി ലീഡർഷിപ്പിൻ്റെയൊക്കെ ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രാമൂരം പോലുള്ള സ്ഥലത്തൊക്കെ 1-ാം ബൂത്തിന് ഞാനെപ്പോഴും 1-ാം നമ്പർ ബൂത്താണ് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഒരു ഒരു സംഘടനാ ദൗർബല്യങ്ങൾ ഒരു കാൻഡിഡേറ്റ് നിലയിലുള്ള മാത്രം അഭിപ്രായ പ്രകടനമാണ്. അത് തീർച്ചയായിട്ടും ആധികാരികമായിട്ട് പറയേണ്ടത് നമ്മുടെ പാർട്ടിയാണ്. വരുന്ന ദിവസങ്ങളിൽ പറയട്ടെ. മേഡം 10 വർഷം ആരാ അവിടുത്തെ MLA ആയത്? 10 വർഷം ആരായിരുന്നു അവിടുത്തെ MLA? മേഡം അതൊന്ന് പറ. അതാ നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അതും കൂടെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നൈസായിട്ടൊന്നും ഒഴിഞ്ഞു പോകരുത്. ഇവിടെ നിങ്ങളെ ഈ ഒരു നിലയില 10 വർഷം നിങ്ങൾക്ക് സ്ഥാനം, 10 വർഷം നിങ്ങൾ അവിടെ ഈ കായംകുളത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന DYFയും SFയും കമ്മ്യൂണിസ്റ്റുകാരും CPM-ഉം CPIയും ഇവരുടെയൊക്കെ വോട്ട് കിട്ടിയിട്ട് തന്നെയാണ്. ഇപ്പോഴും കണ്ടില്ലേ? അപ്പൊ അവങ്ങളെ എന്താ പറയുക, ഇവർക്കൊക്കെ വേണ്ടി ഇറങ്ങിയ എനിക്കറിയാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണ്. ശത്രുക്കളും ഉണ്ട്, മിത്രങ്ങളും ഉണ്ട്. പിന്നെ എന്താ പറയണ്ടത്, എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണെങ്കിൽ തീർക്കേണ്ടതാണെങ്കിൽ തീർക്കും. അല്ല അടിക്കാൻ പറയേണ്ട രീതിയിൽ എനിക്ക് എല്ലാവരെയും നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ. ഉള്ളിലൊന്നും കാണത്തില്ല ശുദ്ധര. പക്ഷെ പാർട്ടി എന്ന് പറഞ്ഞ ജീവൻ, അതിനു വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണ്. ഇവരുടെ കൂടെ ഒക്കെ പ്രവർത്തിച്ചവരാണെങ്കിലും ഹരിപ്പാടുകാരാണെങ്കിൽ പോലും. പക്ഷെ ഈ ഒരു വ്യക്തി വന്നിട്ട് പറയുന്ന പച്ചക്കള്ളമാണ്. എല്ലാം കൂടി ഇനി അവരുടെ നെഞ്ചത്തൊട്ട് ഉണ്ടാക്കിയിട്ട് നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടാൻ നോക്കുന്നൊരു എൻ്റെ പൊന്നോ. ഇതേപോലെ തന്നെ മകൻ്റെ കാര്യത്തിലും കാണിച്ചത്. തീർച്ചയായിട്ടും SNDP വോട്ടിൽ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ ജനറൽ സെക്രട്ടറി, കായംകുളത്ത് മണ്ഡലത്തിൽ എനിക്കെതിരായിരുന്നു ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനം. ഞാൻ ചെന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു വ്യക്തമായിട്ട് എനിക്കെതിരെയുള്ള പ്രവർത്തനമുണ്ട്. യഥാർത്ഥ ശ്രീനാരായണി ആയിട്ടുള്ള എനിക്കെതിരെ നല്ല ശക്തമായ പ്രവർത്തനം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊക്കെയുള്ള ചില പ്രവർത്തനം നടന്നു. യഥാർത്ഥ ശ്രീനാരായണി ഇതൊക്കെ എന്തിനെങ്ങനെ? ഒരിക്കലും അങ്ങനെ ഒന്നും ആവല്ലേ. ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോ കൂടിപ്പോവും. അയ്യേ ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പിന്നീട് ഇനി അന്വേഷണത്തിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു വിശകലനം നടത്തുന്നത്, ഞാൻ പ്രാഥമികമായിട്ട് എനിക്ക് എന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ട് പങ്കുവെച്ചത്. ഇത് വിവാദങ്ങൾക്കല്ല. എനിക്കൊരു വിഷമം വെച്ചാൽ എനിക്ക് എപ്പോഴും കോൺഫിഡൻസ് ഉണ്ട്, അറിയാം ഞാൻ കായംകുളത്ത് നല്ല MLA തന്നെയായിരുന്നു. എന്നാലും ജനവിധി അംഗീകരിക്കാതെ പറ്റത്തില്ല, ജനവിധി അംഗീകരിക്കും. ഒരിക്കലും LDFന്റെ പിണറായി വിജയന്റെ കഴിവേട് ഉണ്ടായിരുന്നു ഇതെല്ലാം പോയെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷേ കായംകുളത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രതിഭാരിയുടെ ഇതുകൊണ്ട് മാത്രമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കായംകുളം ആ പാടൊരു മാറ്റം വന്നത് ആ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ആ ഒരു ബസ് സ്റ്റാൻഡ് മാത്രം ഒരു മാറ്റം പോലെ അതിപ്പോൾ ഒന്ന് ഇടിച്ചു പൊളിച്ചത് കണ്ടാണ്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കായംകുളം. പണ്ട് കായംകുളം റെയിൽവേ സ്റ്റേഷന്റെ
താഴെ കുറച്ച് പാലം ഉണ്ട് കേട്ടോ. പാലം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് അറിയാലോ, ട്രെയിനിലെ വേസ്റ്റ്, ടോയ്ലറ്റിലെ എന്താ പറയണ്ടേ, എല്ലാ കാര്യങ്ങളും മേളിൽ നിന്ന് താഴോട്ട് വീഴുമായിരുന്നു ട്രെയിൻ പോകുന്ന സമയത്ത്. ഇപ്പം ഇച്ചിരി മാറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് ഇപ്പോഴും ആ കുണ്ടും കുഴിയൊക്കെ അതുപോലെ തന്നെ കിടപ്പുണ്ട് ചേച്ചി അവിടെ. കാരണം ഒരുപാട് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമാണ്. കാരണം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. അങ്ങോട്ട് കഥ പറയുവാണെങ്കിൽ ഗൈസ് ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് കഥകളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. ഞാൻ എം ലിജുവിന് നമുക്കറിയാവുന്ന കുടുംബക്കാർക്ക് ഒക്കെ ഉണ്ട് കായംകുളം ഒന്നാകുട്ടിയിലൊക്കെ. അവരെയൊക്കെ വിളിച്ച് ഊട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണെങ്കിൽ പോലും എന്താ പറയുക, ലിജുവിന് കുത്താം. അപ്പോഴും 1-2 ആൾക്കാരൊക്കെ എന്തായാലും ഞങ്ങൾ പാർട്ടി വിട്ട് കളിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഞങ്ങൾ പാർട്ടിക്ക് കുത്തുള്ളൂ, ബാക്കി ഇത്ര വോട്ട് കാണും, 1-2 വോട്ട് ആ കൊച്ചിന് കൊടുക്കും. സോറി, ആ കൊച്ചിനല്ല, ആരാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, ആ വ്യക്തിക്ക് അങ്ങ് കൊടുക്കും. പഴയ ആളാണെങ്കിൽ ആളിന്, കാരണം പാർട്ടിയോടുള്ള സ്നേഹം. അങ്ങനെയുള്ള കുറച്ച് വോട്ട് കിട്ടി കാണുമായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് വോട്ടേ കിട്ടിയിട്ടുള്ളൂ അവർക്ക്. സത്യം പറഞ്ഞാലോ ജനങ്ങൾ കുറേയൊക്കെ ചേച്ചി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അന്വേഷിച്ചൊക്കെയാണെങ്കിലും പോലും എന്താ പറയുക, ഒരു ഭരണം പോലും കാഴ്ചപ്പെട്ടിട്ടില്ല, അവരെ കാണാൻ പോലും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. 15 വർഷം ഇങ്ങനെ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ്. അഭിലാഷി നായർ ചേർന്നുകൊണ്ട് വിശദാംശങ്ങളുമായി. അഭിലാഷ്, കുറെ കാലമായി കായംകുളത്ത് യു പ്രതിഭയും പാർട്ടിയിലെ ഒരു വിഭാഗവും തമ്മിൽ കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട് യു പ്രതിഭ വീണ്ടും മത്സരിക്കുമ്പോൾ പ്രതിഭ അത് കണക്കുകൂട്ടിയതാണ്. പക്ഷേ 2 അർത്ഥത്തിലും CPM നേതൃത്വവുമായി അടുത്തു നിന്ന വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് ഭാരമണതു. CPM-ലെ ചില പ്രദേശങ്ങളിൽ ഒരു വിഭാഗം നേതാക്കൾ മരവിപ്പിച്ചു അല്ലെങ്കിൽ മരവിച്ചു. എന്താണ് പ്രതിഭ ഉദ്ദേശിക്കുന്നത്? പ്രതിഭയുടെ ഉദ്ദേശം പുള്ളി പറയണ്ട, ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ്. മകന്റെ കേസ് കേട്ട് ആരും മറന്നിട്ടില്ല കേട്ടോ. മകന്റെ കേസ് കേട്ട് അത് ആരും മറന്നിട്ടില്ല, ജനങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊഴിലുറപ്പിലെ കുറേ ചേച്ചിമാര് എവിടെ നിന്നായിരുന്നു, നമ്മുടെ ഒരു ഭാഗത്തുണ്ട്, ആ സ്ഥലത്തിന്റെ പേരങ്ങ് വിട്ടുപോയി. തൊഴിലുറപ്പിലെ കുറേ ആൾക്കാർ കൊച്ചിന് ചെയ്യണം, ആ കൊച്ചിന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് എനിക്ക് അറിയാവുന്നവരെയൊക്കെ വിളിച്ചിട്ട്, എടിമോളെ നീ ഒരു വോട്ട് ചെയ്യണേ, കഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അണ്ണാ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങളൊരു വോട്ടല്ലേ തന്നേക്കാം, പക്ഷെ അമ്മയുടെ വോട്ട് ഇവർക്കേ കൊടുക്കത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൊഴിലുറപ്പുകാരൊക്കെ ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇറങ്ങി എന്താ പറയണ്ടേ, അറിയാലോ, ഈ ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത്, മകന്റെ കേസ് കേട്ട് അറിയാത്ത ഒരുപാട് ടീംസുകളൊക്കെ കുറേയൊക്കെ വോട്ട് ഇവർക്ക് ഒത്തിട്ടുണ്ട്, തൊഴിലുറപ്പ് സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ. നമ്മളിവിടെ അടുത്തായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. പക്ഷെ ഇവരുടെ സംസാര രീതി എന്ന് വെച്ചാൽ ഇവിടെ DYFIക്കാരാണെങ്കിലും പാർട്ടിക്കാരാണെങ്കിലും ഇവരെ ചതിച്ചുകൊണ്ടാണെന്നുള്ള രീതി. എനിക്ക് തോന്നുന്നു ഇതിവർ പറഞ്ഞ് ഇനി അത് മറയ്ക്കാൻ വേണ്ടി ഇനി വെള്ളാപ്പള്ളിയെ പിടിച്ചിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്തായാലും വെള്ളാപ്പള്ളി ഒരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലതട്ടിലായിരുന്നു പറയാത്തത് പറഞ്ഞു ഇങ്ങനെ ഞാനാണ് നോക്കിയിട്ട്. ഇതിപ്പോൾ കായംകുളത്ത് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയെന്നുള്ള രീതിയിൽ ഇപ്പം മൊത്തം വന്നിട്ടുണ്ട് ഇവരുടെ ഈ ഒരൊറ്റ ഒരു സംസാരത്തിലാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി അടുത്ത് സംസാരിക്കുമ്പോൾ എത്ര ജനങ്ങളായിരിക്കും ആ ഒരു വീഡിയോ കാണുന്നത്, എത്ര ജനങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇതിപ്പോൾ എല്ലാവരും പറയും കോൺഗ്രസിലാണ് തമ്മിലടിയുന്നത്, എല്ലാ പാർട്ടിയിലും തമ്മിലടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തു വരത്തില്ല, കോൺഗ്രസിന്റെ പുറത്ത് വരും, അതാണ് വ്യത്യാസം. അല്ലെ, ഞാൻ അനുകൂലമായിട്ട് പറയുകയല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര തട്ടിലായിരുന്നു അതുകൂടെ സ്വന്തം കുറ്റം കണ്ടുപിടിക്കാതെ ബാക്കിയുള്ള കുറ്റം കണ്ടുപിടിക്കാൻ അറിയാവുന്നതിനാണ്. കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ഗ്രൂപ്പായിരുന്നു, ഇപ്പൊ തന്നെ എത്ര ഗ്രൂപ്പാണ് നടപടി തുടങ്ങിയിട്ടില്ലേ? പിന്നെ അവർക്ക് അവിടെ നിൽക്കാനുള്ള അർഹതയില്ല എന്ന് അവിടെ ജനം കണ്ടുപിടിച്ചു. പിന്നെ എതിർക്കുന്ന സ്ഥാനാർത്ഥി എത്രയോ പ്രാവശ്യം തോറ്റാളാണ്, അയാളെ ജയിപ്പിക്കണമെന്നുള്ള വികാരം ജനങ്ങൾക്കുണ്ടായിട്ട് ഞാനാണ് കുറ്റക്കാരൻ. ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്നത് ജയിച്ചതല്ല അവിടെ തോറ്റതല്ല എന്റെ ദോഷം കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, എം ലിജു 3 വട്ടം നിന്ന് തോറ്റേൻ്റെ ഒരു സിമ്പതി കൂടെ ഉണ്ടായിരുന്നു. ഉള്ള കാര്യം പറയാല്ല, എം ലിജു അമ്പലപ്പുഴ നിൽക്കായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോഴാണ് സുധാകരൻ കയറി വന്നിട്ട് അവിടെ നിൽക്കുക അങ്ങനെ ചെയ്തത്. പിന്നെ അവസാനം വന്നിട്ടാണ് ലിജു ഇവിടെ വന്നത്. മനസ്സോടാണ് പുള്ളിക്കാരൻ വന്നത്. കാരണം നേരത്തെ അവിടെ വന്ന് 10-13,000 വോട്ടിന് തോറ്റൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ എം ലിജു എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹത്തിന്റെ ആൾക്കാരോടുള്ള പെരുമാറ്റവും സ്വഭാവ രീതികളാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ ഒരു കാര്യത്തിന് പോയ സമയത്ത് ഒരു കിട്ടി, എൻ്റെ തലയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്നെ വന്ന് കണ്ട് ഭയങ്കര സ്നേഹത്തോടെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. ആൾക്കാരോട് എങ്ങനെ പെരുമാറാം എന്നുള്ളൊരു ഇത് പക്കയായിട്ടാണ് ആ ഒരു വ്യക്തി നല്ലോണം പക്കയായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, കായംകുളക്കാരെ നിങ്ങൾ രക്ഷപ്പെട്ട്. പിന്നെ അതുപോലെ തന്നെ DYFIക്കാരാണെങ്കിലും SFIക്കാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കയറി ചെല്ലാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം ചെയ്തു തരും. പാർട്ടിയല്ല, ഞാനൊരു കാര്യം പറയാം, വ്യക്തിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. പാർട്ടി നോക്കത്തില്ലെന്ന് പറഞ്ഞാൽ നോക്കത്തില്ല, അത് 100% ഉറപ്പാണ്. നല്ലൊരു മനുഷ്യൻ എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനാണ്. പറഞ്ഞാൽ മനസ്സിലായോ? കടക്ക് പുറത്തൊന്നും എന്തായാലും പറയത്തില്ല, ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. ധൈര്യമായിട്ട് നിങ്ങൾ പോക്കോ,
കായംകുളംകാർ രക്ഷപ്പെട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാല കായംകുളം. ഓക്കെ, ഇപ്പം CR മഹേഷ് കഴിഞ്ഞ വട്ടം നല്ല എന്താ പറയണ്ടേ ഭൂരിപക്ഷത്തോടെ കിട്ടിയൊരു വ്യക്തി. ഇത് ഈ വട്ടം അതിനേക്കാളും കിട്ടുമെന്ന് പ്രതീക്ഷ ഒരു ഞാനാണ്. പക്ഷേ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. CR മഹേഷിൻ്റെ ഇത്ര വോട്ടല്ല സത്യത്തിൽ, ശരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കരുണാപ്പള്ളിയിലെ. പക്ഷേ അദ്ദേഹം നല്ലൊരു കമ്പാക്ക് വരും ഉറപ്പാണ്. വോട്ട് കുറഞ്ഞ് അയാൾ ജയിച്ചത് വേറെ കാര്യം. ഇനി അടുത്ത വർഷം നല്ല ഭൂരിപക്ഷത്തോടെ വരും. അതൊക്കെ ജനങ്ങളുടെ നിൽക്കുന്ന വ്യക്തികളെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലിജു ആണെങ്കിലും പിന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല പിന്നെ 10-25 വർഷമായാലും പുള്ളിക്ക് കുറച്ച് നെഗറ്റീവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പുള്ളിവട്ടം 10-22,000 വോട്ടിനാണ് പുള്ളിക്കാരൻ ജയിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ആലപ്പുഴ എന്താ പറയുക, 1-2 സീറ്റ് മാത്രം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് വേണ്ടി ബാക്കിയെല്ലാം കോൺഗ്രസിനാണ്. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ആലപ്പുഴ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ തളർന്നിരിക്കുന്നത്. അതെന്തായാലും കോൺഗ്രസ് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ കൊണ്ടുവരട്ടെ. എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, കൊണ്ടുവരട്ടെ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം, അത്രേ ഉള്ളൂ. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിൽക്കും. തെറ്റാണെങ്കിൽ അത് ഈ വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നത്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ശരി. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. അയ്യോ, ഇതൊന്നും പറയാൻ പറ്റത്തില്ല, ഇത് വായനങ്ങ് വീഴ് പോവാണ്. ഓക്കെ, ബൈ, ലവ് യു ഓൾ.